السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 115. ഉദ്ഹിയ്യത്ത് കർമ്മം സാധുവാകണമെങ്കിൽ അതിന് ശറഅ് നിശ്ചയിച്ചിട്ടുള്ള സമയത്താകണം എന്നത് ഷർത്താണ്. ഏതാണ് ഉദ്ഹിയ്യത്തിൻ്റെ സമയം? ബലിപെരുന്നാൾ സുദിനം സൂര്യോദയത്തിന് ശേഷം വളരെ ലഘുവായ രീതിയിൽ 2 റക്അത്ത് നിസ്കരിക്കാനും 2 ഖുത്ബ നിർവഹിക്കാനുമുള്ള സമയം കഴിഞ്ഞ് കടക്കുന്നതോടുകൂടെയാണ് ഉദ്ഹിയ്യത്ത് കർമ്മത്തിൻ്റെ സമയം ആരംഭിക്കുന്നത്. അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാന ദിവസം, അതായത് ദുൽഹിജ്ജ 13-ൻ്റെ അന്ന് സൂര്യാസ്തമയത്തോടുകൂടെ മഗ്രിബോടുകൂടെ ഉദ്ഹിയ്യത്തിൻ്റെ സമയം അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ആരംഭത്തിൻ്റെയും അവസാനത്തിൻ്റെയും ഇടയ്ക്കുള്ള സമയത്ത് അറവ് നടന്നിരിക്കണം. അറവ് നടക്കുക എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെ അന്നനാളവും ശ്വാസനാളവും മുറിയുന്നത് ഈ രണ്ടിൻ്റെയും ഇടയ്ക്കായിരിക്കണം. എന്നാൽ മാത്രമേ ആ അറവ് ഉദ്ഹിയ്യത്ത് അറവായി പരിഗണിക്കപ്പെടുകയുള്ളൂ. ബലിപെരുന്നാളിൻ്റെ അന്ന് സൂര്യോദയത്തിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കാനും 2 ഖുത്ബ നിർവഹിക്കാനുമുള്ള സമയം കഴിഞ്ഞ് കടക്കുന്നതിൻ്റെ മുമ്പെയാണ് ഒരാൾ ഉദ്ഹിയ്യത്ത് എന്ന ഉദ്ദേശ്യത്തിൽ അറവ് നടത്തിയത്. അതല്ലെങ്കിൽ അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസത്തെ മഗ്രിബും കഴിഞ്ഞിട്ടാണ് ഒരാൾ അറവ് നടത്തിയത്. എന്നാൽ ആ അറവ് ഉദ്ഹിയ്യത്തായി പരിഗണിക്കപ്പെടുകയില്ല. അത് കേവലം ഒരു മാംസം കഴിക്കാനുള്ള അറവായി മാത്രമേ അതിനെ ഗണിക്കപ്പെടുകയുള്ളൂ. പെരുന്നാൾ സുദിനം സൂര്യോദയത്തിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കാനും 2 ഖുത്ബ നിർവഹിക്കാനുമുള്ള സമയം കഴിഞ്ഞ് കടക്കുക എന്നത് ഉദ്ഹിയ്യത്ത് സ്വഹീഹാകാനുള്ള ഷർത്താണ്. എന്നാൽ ഉദ്ഹിയ്യത്ത് അറവിന് ഏറ്റവും അഫ്ളലായത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കണക്ക് ഉയർന്നതിന് ശേഷം, അതായത് ഏകദേശം 20 മിനിറ്റ് പിന്നിട്ടതിന് ശേഷം ലഘുവായ രീതിയിൽ 2 റക്അത്ത് നിസ്കരിക്കാനും 2 ഖുത്ബ നിർവഹിക്കാനുമുള്ള സമയം കഴിഞ്ഞതിന് ശേഷം ആവലാണ് അഫ്ളൽ. ഈ കാലയളവിൽ ഏത് സമയത്തും ഉദ്ഹിയ്യത്ത് നിർവഹിക്കാമെങ്കിലും രാത്രി കാലങ്ങളിൽ പ്രത്യേക ആവശ്യമോ മസ്ലഹത്തുകളോ ഇല്ലെങ്കിൽ ഉദ്ഹിയ്യത്ത് അറവ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. കാരണം പ്രത്യേക ആവശ്യവും മസ്ലഹത്തും ഇല്ലാത്ത സ്ഥിതിക്ക് ഉദ്ഹിയ്യത്ത് രാത്രിയിൽ നിർവഹിക്കൽ കറാഹത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നേർച്ചയാക്കപ്പെട്ട ഫർളായ ഉദ്ഹിയ്യത്തിൻ്റെ സമയം കഴിഞ്ഞു പോയാലും അത് നിർവഹിക്കൽ നിർബന്ധമാണ് എന്നും അങ്ങനെ നിർവഹിച്ച ഉദ്ഹിയ്യത്ത് ഖളാ ആയ ഉദ്ഹിയ്യത്തായി വീടും എന്നും ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. ഏതായാലും ഉദ്ഹിയ്യത്തിൻ്റെ സമയം കീപ്പ് ചെയ്യുക എന്നത് അതിൻ്റെ സാധ്യതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഉപാധിയാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു കർമ്മങ്ങളൊക്കെ യഥോചിതം നിർവഹിക്കാൻ നമുക്ക് അറിവ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.